ഹലോ, എന്തെല്ലാം വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. കാരണം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വാഹനത്തിലെ വാട്ടർ പമ്പിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു വാഹനത്തിലെ എൻജിൻ കൂളിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് വാട്ടർ പമ്പ്. അതായത് കൂളന്റിനെ സർക്കുലേറ്റ് ചെയ്തിട്ട് എൻജിനകത്ത് പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിനെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെയും കൺട്രോൾ ചെയ്യുക എന്നതാണ് വാട്ടർ പമ്പിന്റെ ഫംഗ്ഷൻ. ഇനി വാട്ടർ പമ്പിന് ലീക്ക് വരുന്നതായിട്ട് കാണാറില്ലേ? അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഗ്യാസ്കറ്റിന് കംപ്ലൈന്റ് വരികയോ അതുപോലെ തന്നെ വാട്ടർ പമ്പിനുള്ളിൽ ഒരു ഇമ്പില്ലർ വരുന്നുണ്ട്, അതായത് ഈ കറങ്ങുന്ന ഭാഗം ബ്ലേഡ് പോലെ കാണുന്നില്ലേ, അത് പൊട്ടുകയോ ഡാമേജ് വരികയോ ഒക്കെ ചെയ്താൽ ലീക്ക് വരാം. ഇങ്ങനെ വാട്ടർ പമ്പിന് ലീക്ക് വന്നു കഴിഞ്ഞാൽ എൻജിൻ കൂളിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. എൻജിൻ കൂളിംഗ് നടക്കാത്തത് കൊണ്ട് എൻജിൻ ഓവർ ഹീറ്റ് ആകാനും അതുവഴി എൻജിൻ തന്നെ തകരാറിലാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ വാഹനത്തിൽ എൻജിൻ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വല്ലതും വരികയാണെങ്കിൽ റേഡിയേറ്റർ അതുപോലെ തന്നെ കൂളന്റ് ലെവൽ അതുപോലെ ഹോസസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാട്ടർ പമ്പിന്റെ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. വാട്ടർ പമ്പിന്റെ ഡിസൈൻ, അതിന്റെ ഷേപ്പ്, അതിന്റെ വലുപ്പം, അതിന്റെ സ്ഥാനം, അത് ഓരോ വാഹനത്തിലും വ്യത്യസ്തമായിരിക്കും. അത് ഓരോ വാഹനത്തിന്റെ മാനുഫാക്ചറിങ് അനുസരിച്ചിട്ട് ഇത് വിവിധ തരത്തിലായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വാട്ടർ പമ്പിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.